സംസ്ഥാനത്ത് കാലവർഷം കനക്കുന്നു. ഇന്ന് 11 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. രാത്രി മഴയിൽ സംസ്ഥാനത്ത് വൻ നാശനഷ്ടം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജും കോഴിക്കോട് നിന്നും രമ്യ ദാസുമാണ് ചേരുന്നത്. ആദ്യം അർജുൻ രാജിലേക്കാണ്. അർജുൻ, ഇന്ന് അസാധാരണമായ ഒരു സാഹചര്യമാണ്. 11 ജില്ലകളിലാണ് വലിയ തരത്തിൽ മഴ മുന്നറിയിപ്പ്, റെഡ് അലേർട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശവും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടുണ്ടാകും. ഇന്നലെ രാത്രിയും കനത്ത മഴയായിരുന്നു, പലയിടങ്ങളിലും വലിയ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഏത് രീതിയിലാണ് മഴ ശക്തമാകുന്നത്? മുന്നറിയിപ്പുകൾ സ്വീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സ്വാതി, മഴയുടെ കാര്യത്തിൽ ഇന്ന് ഏറ്റവും ജാഗ്രത വേണ്ട ദിവസമാണ്. ഈ കാലവർഷം ആരംഭിച്ചതിനെ തുടർന്ന് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ദിവസമാണ് ഇന്ന്. അതായത് 11 ജില്ലകളിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിതീവ്ര മഴ 11 ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇത്രയും കൂടുതൽ ജില്ലകളിലേക്കൊക്കെ റെഡ് അലേർട്ട് തുടക്കത്തിൽ തന്നെ പ്രഖ്യാപിക്കുന്നത് അതൊക്കെ അസാധാരണമാണ്. ഈ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള 11 ഇന്ന് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത പറയുന്നത്. അതേസമയത്ത് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമോ അതിശക്തമോ ആയിട്ടുള്ള മഴ ഈ 3 തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കാണുന്നത്. ഇന്നലെ രാത്രിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടായിരുന്നു. അത് കുറെ കൂടി കനപ്പെടാനുള്ള ഒരു സാധ്യത ഇന്ന് കാണുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വടക്കൻ ജില്ലകളിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ, പ്രത്യേകിച്ച് കണ്ണൂരും കോഴിക്കോടും വയനാടും ഒക്കെയാണ് ശക്തമായിട്ടുള്ള ഒരു മഴ അതിതീവ്രം എന്ന നിലയ്ക്ക് പെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് പക്ഷേ അത് സംസ്ഥാനത്തെമ്പാടും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ 11 റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് മധ്യ ജില്ലകളിൽ കൂടിയാണ്. എറണാകുളത്ത് ഉൾപ്പെടെ ഇന്ന് ശക്തമായിട്ടുള്ള അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യാനുള്ളൊരു സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് കഴിഞ്ഞാൽ നാളെ മഴയ്ക്ക് കുറെ കൂടി ശമനം ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അതായത് നാളെ ഏതെങ്കിലും ജില്ലയിൽ റെഡ് അലർട്ട് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത പറയുന്നില്ല. എന്നാലും കൂടിയും പുതിയ ന്യൂനമർദ്ദങ്ങളൊക്കെ രൂപപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ട ദിവസം ഇന്നാണ്. അത് അതിതീവ്രമായിട്ടുള്ള മഴ സംസ്ഥാനത്തെമ്പാടും പെയ്യും എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള അപകടങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 60 കിലോമീറ്റർ മണിക്കൂറിൽ വേഗത്തിൽ കാറ്റ് വീശുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ആശങ്ക ഇപ്പോഴുമുണ്ട്. ഇന്നും ശക്തമായിട്ടുള്ളൊരു കാറ്റിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് മുന്നറിയിപ്പായി പറയുന്നത്. അത് മരങ്ങൾ കടപുഴകി വീഴാനും പലതരത്തിലുള്ള അപകടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതിലാണ് ഒരു ആശങ്കയുള്ളത്. അതിൽ പ്രത്യേകമായ ഒരു ജാഗ്രത ആളുകളുടെ ഭാഗത്തുനിന്ന് വേണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ഉൾപ്പെടെ നൽകുന്ന മുന്നറിയിപ്പ്. ഷോക്കേറ്റ് ആളുകൾ മരിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ മാത്രം വൈദ്യുതാഘാതമേറ്റ് 3 മരണം, 2 കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി കമ്പി പൊട്ടി വീഴുന്ന അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പോയി നിൽക്കാനോ അങ്ങനെയുള്ള വെള്ളത്തിലൊന്നും പോയി ഇറങ്ങരുതെന്ന നിർദ്ദേശം ഇപ്പോൾ KSEB കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് KSEB വിളിച്ച് അറിയിക്കാനുള്ള നിർദ്ദേശം കൂടി ഇപ്പോൾ അവർ നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ ജാഗ്രത ആളുകളുടെ ഭാഗത്തുനിന്ന് വേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അത് ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള മഴയ്ക്കൊപ്പം ശക്തമായിട്ടുള്ള കാറ്റ് കൂടി ഉള്ള പശ്ചാത്തലത്തിൽ വലിയ ജാഗ്രതയോടുകൂടി ഇന്ന് ആളുകൾ നിൽക്കേണ്ടി വരും. നാളെ തൊട്ട് കുറച്ച് ദിവസത്തേക്കെങ്കിലും മഴ ഒന്ന് ശക്തി കുറയാൻ, അതായത് അതിശക്തമായിട്ടുള്ള മഴയുണ്ടാകും. പക്ഷേ ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു അതിതീവ്രമായി ഒരു സമയത്ത് കുറേ നേരം പെയ്തുകൊണ്ട് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണക്ക് കൂട്ടുന്നത്. സ്വാതി. ശരി അർജുൻ, രമ്യ ദാസ് കൂടി ചേരുകയാണ് കോഴിക്കോട് നിന്നും. രമ്യ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോഴിക്കോടും മലബാർ മേഖലയിലും അതിതീവ്രമായിട്ടുള്ള മഴയാണ് അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ മറ്റ് ജില്ലകളിലേക്ക് കൂടി ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിലവിൽ കോഴിക്കോടുള്ള അവസ്ഥ എന്താണ്? നിർത്താതെ പെയ്യുന്ന മഴയായിരുന്നു അവിടെ ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത്. വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളും പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? രാവിലെ മഴയുണ്ടോ? വിവരങ്ങൾ. സ്വാതി, ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ശക്തമായ മഴ തന്നെയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റുമുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ രാവിലെ മുതൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ശക്തമായ മഴയും കാറ്റും ജില്ലയിൽ ഉൾപ്പെടെ ഉണ്ട്. ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെ വരെയും ഇത്തരത്തിൽ ഇന്ന് രാവിലെ ശക്തമായ മഴയുണ്ടെങ്കിലും കാറ്റിന് നേരിയ ശമനമുണ്ട്. മഴ തന്നെയാണ് രാത്രി ഉടനീളം ഉണ്ടായിരുന്നത്. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇന്നിപ്പോൾ റെഡ് അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ തീരമേഖലയിലും മലയോര മേഖലയിലെല്ലാം
ജില്ലകളിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മദ്രസകൾ, ട്യൂഷൻ സെൻ്റർ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി പെയ്യുന്ന മഴയിൽ 4 മരണങ്ങളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ ഷോക്കേറ്റ് 2 മരണങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ തന്നെ കോടഞ്ചേരി ചന്ദ്രൻകുന്നിൽ ബിജു ഷീബ ദമ്പതികളുടെ 14 അതുപോലെ തന്നെ 10 വയസ്സുള്ള 2 കുട്ടികളാണ് ഇന്നലെ ഷോക്കേറ്റ് മരിച്ചത്. അതുപോലെ ഇന്നലെ ഓടുന്ന ബൈക്കിന് മുകളിലേക്ക് മരം വീണ് ഒരാൾ മരിച്ചിരുന്നു. കോഴിക്കോട് വല്യാപ്പള്ളിയിലാണ് ഈ അപകടം നടന്നത്. ഈ ഇടവിട്ട് കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ വിലങ്ങാടുള്ള 9 കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് ഇവിടെ ഒരു വീടിൻ്റെ ഒരു വശത്തേക്ക് മണ്ണിടിഞ്ഞ് വീണ അപകടമുണ്ടായത്. ഇതിനെ തുടർന്നാണ് ഈ 9 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഈ മുക്കം വാലില്ലാപ്പുഴയിലും സംരക്ഷണ ഭിത്തി കിടപ്പുമുറിയിലേക്ക് ഇടിഞ്ഞു വീണ് ഒരു 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനും ഇന്നലെ പരിക്കേറ്റിരുന്നു. അതുപോലെ തന്നെ ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന ജില്ലയിൽ ഇന്നലെ നേരിയ നാശനഷ്ടങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും മരം റോഡിലേക്ക് മറിഞ്ഞു വീണും അതുപോലെ തന്നെ വീടിന് മുകളിലേക്ക് മറിഞ്ഞു വീണും എല്ലാ നാശനഷ്ടങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നിലവിൽ ഇത്തരം നാശനഷ്ടങ്ങൾ ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. എങ്കിലും മഴ തുടരുക തന്നെയാണ്. സ്വാതി. രമ്യ, കോഴിക്കോട് പ്രത്യേകിച്ചും മലയോര മേഖല, വിലങ്ങാട് അടക്കമുള്ള മേഖലയിൽ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഇന്നിപ്പോൾ റെഡ് അലേർട്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യാനുള്ള സാധ്യതയും ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ. ആ വിവരങ്ങളാണ് രമ്യ നൽകിയത്. മറ്റല്ല, ഇന്ന് 11 ജില്ലകളിലാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് ഉള്ളത്. അത് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിതീവ്രമായ മഴയാണ് പെയ്യാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ജനങ്ങളെല്ലാം അത്തരത്തിൽ ജാഗ്രത പാലിച്ച് വീടുകളിൽ തന്നെ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ചെയ്യാൻ സാധിക്കുന്നത്. ആ വിവരങ്ങളാണ് അർജുനും രമ്യയും നൽകിയത്.